ശക്തിപ്പെടുന്നു എന്ന കൃത്യമായ ബോധ്യം വന്നപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുസ്ലിം സമൂഹം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമൂഹം കോൺഗ്രസിനോടൊപ്പം, ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം, ഇന്ത്യ മുന്നണിയോടൊപ്പമുള്ള ചേരിയാണ് എന്ന് ബോധ്യം വന്നപ്പോൾ CPM കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യത്തിന് രൂപം കൊടുത്തു. അതെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച്, ന്യൂനപക്ഷ വിരുദ്ധതയുടെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച്, ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച്, മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ച്, വർഗീയമായ വിഭജനത്തിലൂടെ വിഭാഗീയതയുണ്ടാക്കി, ഭൂരിപക്ഷത്തിന്റെ പിൻബലത്തോടുകൂടി കേരളത്തിൽ തുടർഭരണം സാധ്യമാക്കുക എന്നുള്ളതാണ് CPM കേരളത്തിൽ പരീക്ഷിക്കുന്ന അപകടകരമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട്. അതിനെയാണ് നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത്, പ്രതിരോധിക്കേണ്ടത്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ ശ്രീ കെ മുരളീധരൻ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ രണ്ട് മുന്നണിയെയാണ് എതിർക്കുന്നത്. ഒന്ന് BJPയുടെ നേതൃത്വത്തിലുള്ള NDA, മറ്റൊന്ന് CPMന്റെ നേതൃത്വത്തിലുള്ള LDF. പരസ്പര ധാരണയോടെ, അന്തർധാരയായിരുന്നു ഇന്നലെ വരെയെങ്കിൽ പരസ്യമായ ധാരണയായി PM ശ്രീ പദ്ധതിയിലൂടെ ഞാനും നിങ്ങളും കണ്ടു. അത്തരത്തിലൊരു അവിഹിതമായ രാഷ്ട്രീയ സഖ്യം, രാഷ്ട്രീയ ധാരണ കേരളത്തിൽ രൂപപ്പെടും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഓരോ സംഭവവികാസങ്ങളും പരിശോധിച്ചാൽ നിരവധി ഉദാഹരണ സഹിതം സമർത്ഥിക്കാൻ കഴിയും. അതുകൊണ്ട് കേരളത്തിൽ CPM നടത്തുന്ന പരീക്ഷണം, ഞാൻ അടിവരയിട്ട് ആവർത്തിച്ചു പറയുന്നു, മതപരമായ വിഭാഗീയതയിലൂടെ ഒരു ധ്രുവീകരണം സൃഷ്ടിച്ച്, ന്യൂനപക്ഷ വിരുദ്ധതയുടെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച്, അതിലും ഇൻ പർട്ടിക്കുലർ വ്യക്തമായി ഞാൻ പറയുന്നു, മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച്, ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ, സാമുദായിക ധ്രുവീകരണം സൃഷ്ടിച്ചെടുത്ത് അതിന്റെ പിൻബലത്തിൽ തുടർഭരണം ലഭ്യമാക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് പിണറായി വിജയൻ കേരളത്തിൽ പരീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായിരുന്നു പമ്പ നദീതീരത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമം. ആ പമ്പ നദീതീരത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമത്തെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ, കേരളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള സാമുദായിക നേതാക്കന്മാർ ഇന്നലകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി പരസ്പരം സ്പർദ്ധയോടും പകയോടും കൂടി പരാമർശിക്കുന്നതും പ്രതികരിക്കുന്നതും ഈ മതേതര കേരളം കേട്ടു. AK ബാലൻ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, വിജയരാഘവൻ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, അതുപോലെ സമീപകാലത്തായി നിരവധി നേതാക്കന്മാർ, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഹിന്ദു എന്ന് പറയുന്ന ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെക്കുറിച്ചും മുസ്ലിം സമുദായത്തെക്കുറിച്ചും പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം, സാമുദായിക നേതാക്കളുടെ പ്രതികരണങ്ങൾ, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഐക്യ സന്ദേശം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നു: വർഗീയ ധ്രുവീകരണം വളർത്തി കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയതയുടെ പിൻബലത്തോടുകൂടി കേരളത്തിൽ ഒരു തുടർഭരണം സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള അത്യന്തം അപകടകരമായിട്ടുള്ള രാഷ്ട്രീയ നീക്കത്തെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ മതേതര ജനാധിപത്യ സമൂഹത്തിന് കേരളത്തിൽ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കേരളം വർഗീയതയുടെ വിളനിലമായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പൊ അത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകണം. ഭൂരിപക്ഷ വർഗീയതയും UDFന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഞങ്ങൾ വ്യക്തമായി പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നു. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. രണ്ടും ഒരുപോലെ എതിർക്കപ്പെടണമെന്നുള്ളതാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഖണ്ഡിതമായി കേരളത്തിന്റെ സാംസ്കാരിക കേരളത്തോട് ആവശ്യപ്പെടുന്നത്. ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ പ്രതിരോധിക്കാൻ പര്യാപ്തമല്ല. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ബദൽ ന്യൂനപക്ഷ വർഗീയതയല്ല. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയ്ക്കും ബദൽ മതേതര ജനാധിപത്യ രാഷ്ട്രീയ കൂട്ടായ്മയാണ് എന്ന വ്യക്തമായ രാഷ്ട്രീയമാണ് ഈ പുതുയുഗ കേരള യാത്രയിൽ കേരളത്തിലെ
ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്ന സന്ദേശം, ആ സന്ദേശം ഇവിടെ ഉദുമയിൽ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട UDF നേതാവ് സൂചിപ്പിച്ചതുപോലെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ 100-ലധികം സീറ്റ് വാങ്ങി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കുമ്പോൾ ഉദുമ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ചരിത്രം കുറിച്ചുകൊണ്ടുള്ള ഒരു വൻപിച്ച രാഷ്ട്രീയ മാറ്റത്തിന് ഉദുമ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ സന്നദ്ധമാകണം. ഒന്നും അപ്രാപ്യമല്ല, ഒന്നും അസാധ്യമല്ല എന്ന് ഈ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. 40 വർഷക്കാലമായി കൊല്ലം നഗരസഭയുടെ ഭരണം കോർപ്പറേഷൻ ഉണ്ടായ കാലഘട്ടം മുതൽ CPM നേതൃത്വത്തിലുള്ള അചഞ്ചലമായിട്ടുള്ള ഭരണമായിരുന്നു. ആ ഭരണം മാറുമെന്ന് UDF നേതാക്കന്മാർ പോലും വിശ്വസിച്ചതല്ല. ആ കൊല്ലം കോർപ്പറേഷൻ ഇന്ന് ഭരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ AK ഹഫീസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മേയർ ഇന്ന് കൊല്ലം നഗരസഭയുടെ ഭരണസാരഥ്യത്തിലാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, അസാധ്യമായി, അപ്രാപ്യമായി രാഷ്ട്രീയത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഉദുമ നിയമസഭാ നിയോജക മണ്ഡലവും അസാധ്യമല്ല, അപ്രാപ്യമല്ല. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനായാസകരമായി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നിങ്ങളുമായി ഈ അവസരത്തിൽ പങ്കുവച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞാൻ അഭിമാനബോധത്തോടു കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ചങ്കുറപ്പോടെ, നട്ടലിന്റെ കശേരബലത്തോടെ കാലികമായ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന, കേരളം ഒരു മനസ്സോടുകൂടി ആദരിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ ഈ ജാഥയുടെ സ്വീകരണ സമ്മേളനത്തിലേക്ക് ഹാർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട്, സ്വാഗതം ചെയ്തുകൊണ്ട്, സമ്മേളന വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി, എല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടുകൂടി ഉദുമ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ സ്വീകരണ സമ്മേളന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, അഭ്യർത്ഥിക്കുന്നു, അസാധ്യമായി, അപ്രാപ്യമായി ഒന്നുമില്ല. ആ പട്ടികയിൽ ഉദുമ നിയോജക മണ്ഡലവും 2026 തെരഞ്ഞെടുപ്പിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നിർണായകമായ സംഭാവന നൽകാൻ കഴിയണമെന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനം. ബഹുമാനപ്പെട്ട MM ഹസൻ ജി സംസാരിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ വിദ്യാസാഗർ, പുതുയുഗ യാത്രയുടെ നായകൻ, ജനാധിപത്യ കേരളത്തിൻ്റെ നായകൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ഇവിടെ സമ്മേളനത്തിൽ സംസാരിച്ച ശ്രീ NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാനൊരു പ്രസംഗത്തിന് ഒരുമ്പെടുന്നില്ല. ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ യാത്ര ഇനി കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ കടന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പോവുകയാണ്. ഇവിടെ ശ്രീ പ്രേമചന്ദ്രൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഈ യാത്രയ്ക്ക് പുതുയുഗ യാത്ര എന്ന് പേരിട്ടത് എന്തുകൊണ്ടാണ്? നമ്മൾ അടുത്ത 10 കൊല്ലക്കാലം ഇരുണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയത്. ഡാർക്ക് ഏജ്, അത് പിന്നിടുകയാണ്. ഈ UDF ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും എന്ന് ജനങ്ങൾ വിധി എഴുതുന്ന ഈ അവസരത്തിൽ അധികാരത്തിൽ വന്നാൽ, ഇവിടെ പ്രേമചന്ദ്രൻ വിശദീകരിച്ചു, ഇന്ന് കേരളം നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും, സാമ്പത്തിക പ്രതിസന്ധി, വിദ്യാഭ്യാസ പ്രതിസന്ധി, ഇതിനെല്ലാം അതിന് ബദൽ നയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അത് പരിഹരിക്കാനുള്ള ഒരു വലിയ മുന്നേറ്റമാണിത്. ഇന്നലെ കുമ്പളയിൽ നിന്ന് ആരംഭിച്ച ഈ പുതുയുഗ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ജൈത്രയാത്രയായി മാറാൻ പോവുകയാണ്. ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന VD സതീശനും ഈ യാത്രയിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങളെല്ലാവരെയും
അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുക. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ UDF ചെയർമാൻ ശ്രീ വിദ്യാസാഗർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ ജാഥ അംഗങ്ങളെ, ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിവിടെ നൽകിയ ഈ സ്നേഹനിർഭരമായ സ്വീകരണത്തിൽ ഞാൻ നിറഞ്ഞ മനസ്സോടെ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ ആവേശം ഇത് കൊടുങ്കാറ്റായി മാറണം. തിരഞ്ഞെടുപ്പെടുത്തും ഈ ജില്ലയിൽ നിന്ന് 5 സീറ്റുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിലായിരിക്കണം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ. ഈ ജില്ലയുടെ സങ്കടങ്ങൾ, ഈ ജില്ലയോടുള്ള അവഗണന, ഞാൻ പറയും, ഇന്ന് രാവിലെ ഞങ്ങൾ 1.5 മണിക്കൂറോളം വിവിധ സംഘടനകളുമായി ചർച്ച ചെയ്തു. ഈ കേരളത്തിലെ 14 ജില്ലകളിലും ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന ജില്ല, 1ാമത്തെ ജില്ല കാസർഗോഡാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ 14 ജില്ലകളിലും ആദ്യത്തെ പരിഗണന കൊടുക്കുന്ന ജില്ല കാസർഗോഡായിരിക്കും. ഞാനിനിയിപ്പോൾ അങ്ങോട്ടൊക്കെ പോവാണ്. ഞാൻ വേറെ ഏതെങ്കിലും ജില്ലയിൽ പോയി ഇത് പറയുന്നുണ്ടെന്ന് കൂടി നിങ്ങൾ നോക്കണം. സാധാരണ രാഷ്ട്രീയക്കാർക്ക് കൊച്ചു കൊച്ചു കള്ളത്തരമൊക്കെ ഉണ്ട്. ഇത് അതിപ്പെട്ടതല്ല. ഇത് ഈ ജില്ലയോടുള്ള അവഗണന മനസ്സിലാക്കിയ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങളോടുള്ള വാക്കാണ്. എൻ്റെ ജില്ലയ്ക്ക് പോലും അല്ല 1ാമത്തെ പരിഗണന, കാസർഗോഡ് ജില്ലയ്ക്ക്. ഇവിടുത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതരെ എത്ര ക്രൂരമായിട്ടാണ് അവരോട് ഈ സർക്കാർ പെരുമാറിയത്. 2017 സർക്കാർ തന്നെ കണ്ടെത്തിയ ആളുകളിൽ ഇനിയും 1031 പേർക്ക് ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല, അവർ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല. ആ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദനയും യാതനയും എന്താണ്? 2017 ശേഷം രോഗികളായവരുടെ നിര 22,000-ഓളം അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. ആ യോഗം പോലും ചേരുന്നില്ല. എല്ലാ 2 മാസവും യോഗം ചേരണമെന്നുണ്ട്. ആ യോഗം പോലും വർഷങ്ങളായി ചേരുന്നില്ല. ആ അവഗണനയ്ക്ക് പരിഹാരമുണ്ടാക്കും. ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചത്. 10 വർഷമായി ഈ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്താ? സാധാരണ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നുമാണ് രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നത്, അല്ലേ? കൂടുതൽ വിദഗ്ധമായ ചികിത്സയ്ക്ക്. പക്ഷെ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗികളെ റെഫർ ചെയ്യുന്നത് താലൂക്ക് ആശുപത്രിയിലേക്ക്, ജില്ലാ ആശുപത്രിയിലേക്ക്. റിവേഴ്സാണ് റെഫറൻസ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്? കാരണം അവിടെ OP മാത്രമേ ഉള്ളൂ. കാസർഗോഡ് മെഡിക്കൽ കോളേജിലെ കുട്ടികൾ മെഡിക്കൽ പഠനം നടത്തുന്നത് താലൂക്ക് ആശുപത്രിയിലാണ്. ഈ ജില്ലയിലെ പാവങ്ങളുടെ സ്ഥിതി എന്താ? സാധാരണക്കാരായ മനുഷ്യരുടെ എത്ര പേരാണ് ഈ നമ്മുടെ മഹാമാരിയുടെ കാലത്ത് മരണമടഞ്ഞത്? കൃത്യമായ ചികിത്സ കിട്ടാത്തത് കൊണ്ട്. ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുള്ള, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമുള്ള ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ്, അതിനനുബന്ധമായ ആരോഗ്യ സൗകര്യങ്ങളും, ഒരാൾക്ക് പോലും മംഗലാപുരത്ത് പോയി ചികിത്സ നേടേണ്ടാത്ത കാസർഗോഡ് തന്നെ ചികിത്സ ലഭ്യമാക്കും. പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്.
ആ റിപ്പോർട്ട് നമ്മുടെ കാലത്ത് വന്നതാണ്. അതിൽ പറയുന്ന ശുപാർശകൾ കാലാനുസൃതമായി നടപ്പാക്കാൻ UDF മുൻപന്തിയിലുണ്ടാകും. സമയബന്ധിതമായി ഓരോ പദ്ധതിയും സമയം പ്രഖ്യാപിച്ച് നമ്മളിവിടെ പൂർത്തിയാക്കും. ഈ ജില്ലയിൽ അടയ്ക്ക കൃഷിക്കാർ കഷ്ടത്തിലാണ്. എത്ര പേരുടെ ജീവിതമാർഗം ഇല്ലാതായി. മഞ്ഞളിപ്പ് രോഗം ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ്. പരിഹാരമില്ല, തിരിഞ്ഞു നോക്കാൻ ആളില്ല. കാർഷിക മേഖലയിൽ വന്യജീവി ആക്രമണമാണ്. ചെറുവിരൽ അനക്കുന്നില്ല സർക്കാർ. UDF സർക്കാർ വരുമ്പോൾ പരമ്പരാഗതമായ രീതികളും ആധുനികമായ സങ്കേതങ്ങളും ഉപയോഗിച്ച് വന്യജീവി ആക്രമണത്തിൽ നിന്ന് പാവപ്പെട്ട കർഷകരെയും ജനങ്ങളെയും രക്ഷപ്പെടുത്തും. കാർഷിക മേഖലയിൽ അതിശക്തമായ ഇടപെടൽ നടത്തും. തളർന്നുപോയ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കും. കേരളം മുഴുവൻ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വ്യക്തമായ പരിപാടികളുണ്ട്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് UDF പറഞ്ഞെങ്കിൽ ആ വെന്റിലേറ്ററിൽ നിന്ന് ആരോഗ്യ കേരളത്തെ ആരോഗ്യവതിയായി ഉയർത്തെഴുന്നേൽപ്പിച്ച് നടത്തും നമ്മൾ കേരളത്തിൽ. ആരോഗ്യ രംഗത്ത് ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ചികിത്സയ്ക്ക് വരുന്ന ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ മാറ്റും. ഇവിടെ ചെറുപ്പക്കാരിരിക്കുന്നുണ്ട്, അവർ പുറത്തേക്ക് പോവുകയാണ്. അവർ പുറത്തേക്ക് പോകാതെ അവർ പുറത്തുപോയി പഠിക്കുന്ന കാനഡയിലും ജർമ്മനിയിലും ബ്രിട്ടനിലും അവർ പഠിക്കുന്ന പ്രോഗ്രാമുകൾ കേരളത്തിലുണ്ടാവും. വാക്കാണ്. അവർക്ക് പുറത്തിറങ്ങുമ്പോൾ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഒരു പദ്ധതി, കേരളം ഇന്ന് വരെ അവതരിപ്പിക്കാത്ത സമഗ്രമായ ഒരു പദ്ധതി ഈ യാത്രയുടെ ഇടയിൽ സസ്പെൻസ് കിടക്കട്ടെ, കുറച്ച് സസ്പെൻസ് കിടക്കട്ടെ. ഈ യാത്രയുടെ ഇടയിൽ പ്രഖ്യാപിക്കാൻ പോവുക. കഴിഞ്ഞ 1.5 വർഷക്കാലമായി വിദഗ്ധരായ ആളുകളാണ് അത് തയ്യാറാക്കുന്നത്. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലകളിലുമെല്ലാം. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി ഒരു ഗവൺമെന്റ് ഇവിടെ ഇരിക്കുന്നു. ഇന്നലെ ഞാനൊരു വാർത്ത കണ്ട് ഒരു മലയാളി എന്നുള്ള നിലയിൽ എൻ്റെ ചങ്ക് തകർന്നുപോയി. ഗുണ്ടാ പിരിവ് കൊടുക്കാത്തതിന് ഒരു സ്പായിൽ കയറി ഒരു കാപ്പ കേസിലെ പ്രതിയും 6 പേരും അവിടുത്തെ ഒരു ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. ഞാൻ ചോദിക്കുന്നു, മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുമ്പോൾ ഇത് കേരളമാണോ ബീഹാറാണോ അല്ലോ ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യമാണോ? ഇത് കേരളത്തിൽ കാപ്പ കേസിലെ പ്രതിയും കൂട്ടരും ഗുണ്ടാ പിരിവ് കൊടുക്കാത്തതിന് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത് അതിന്റെ വീഡിയോ എടുത്തിരിക്കുന്നു. ഇവിടെ ക്രിമിനലുകളെല്ലാം പുറത്താണ്. 51 വെട്ടുവെട്ടി ക്രൂരമായി കൊന്ന ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ ചിലർക്ക് 1000-ലധികം ദിവസമാണ് പരോള് കൊടുത്തത്. എന്ന് വെച്ചാൽ 3 കൊല്ലം പുറത്താണ്. പരോള് കൊടുക്കണമെങ്കിൽ വീട്ടിൽ ആരെങ്കിലും അടുത്ത ബന്ധുക്കൾ മരിക്കണം, ഏറ്റവും അടുത്ത ബന്ധുക്കൾ സീരിയസ് ആവണം. 1000 ദിവസം മരിക്കാനെന്നുള്ള ബന്ധുക്കൾ ഇവർക്ക് ആർക്കും ഇല്ലല്ലോ, കൊടുത്തിരിക്കുകയാണ്. ഇപ്പോ പെരിയ കൊലക്കേസിലെ പ്രതികൾക്ക് കൊടുക്കുകയാണ്, പരോള് കൊടുക്കുകയാണ്. പയ്യന്നൂരിൽ പോലീസിനെ, ഇദ്ദേഹം ആഭ്യന്തരമന്ത്രിയല്ലേ, ഈ മുഖ്യമന്ത്രി പോലീസിനെ സംരക്ഷിക്കേണ്ട ആളല്ലേ, പോലീസിനെ കൊല്ലാൻ സ്റ്റീൽ ബോംബ് എറിഞ്ഞതിന് 20 വർഷം കോടതി ശിക്ഷിച്ചവന് ജയിലിൽ പോയി ആദ്യത്തെ മാസം പരോൾ. പരോളിന് കണ്ടീഷൻ ഉണ്ട്. പക്ഷെ അവൻ വിവരങ്ങൾ പുറത്തുവിട്ട രക്തസാക്ഷി ഫണ്ട് CPM തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന കുഞ്ഞികൃഷ്ണനെ കൊല്ലും എന്ന് പറഞ്ഞ് പ്രകടനം നടത്തിയവരുടെ കൂട്ടത്തിൽ പരോളിൽ ഇറങ്ങിയ ക്രിമിനൽ. ആലോചിച്ച് നോക്കിയേ, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാണ് CPM. ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തി, അഭിമന്യുവിന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തി, തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തി. അവസാനം വിഷ്ണുവിന്റെ ബന്ധുക്കളും കുടുംബവും മുഴുവൻ കോൺഗ്രസിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം CPMന്റെ രക്തസാക്ഷിയാണ് വിഷ്ണു, RSSകാര് കൊല ചെയ്തതാണ്, അവന്റെ പേരിൽ പിരിവ് നടത്തി അത് അടിച്ചു മാറ്റി. ആ കുടുംബം കോൺഗ്രസിൽ ചേർന്നു, ജ്യേഷ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിൽ ചേർന്നു കഴിഞ്ഞ ദിവസം. അതാണ് ഈ പാർട്ടി. അവര് കേരളത്തെ തകർത്തു തരിപ്പണമാക്കി, സമ്പദ് വ്യവസ്ഥ തകർത്തു.
ഞാൻ പറഞ്ഞു ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയെന്ന് പറഞ്ഞു. ധനകാര്യമന്ത്രിക്ക് വലിയ വിഷമം കേട്ടപ്പോ. ഞാൻ പറയാൻ കാര്യം എന്താ, ഞാൻ എപ്പോഴും പറയും പൂച്ച പ്രസവിക്കണം നിങ്ങൾ കണ്ടിട്ടില്ലേ? അവസാനത്തെ 2 ദിവസം പരിഭ്രാന്തിയോടുകൂടി ഓടി നടന്ന് ആരും കയറാത്ത ഒരു മൂലയിൽ, ആരും വരാത്ത ഒരു സ്ഥലത്ത്, ഒരു ആക്ടിവിറ്റിയും നടക്കാത്ത സ്ഥലത്ത് പൂച്ച പ്രസവിക്കും. കേരളത്തിൽ ഇപ്പോൾ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാ? അത് തന്നെ, ഖജനാവ്. ഒന്നുമില്ല, എന്നിട്ട് വെറുതെ പ്രഖ്യാപനമാണ്. മന്ത്രിമാരോട് നിങ്ങൾ ചോദിക്കണം, കാസർഗോഡ് പാക്കേജ് പ്രഖ്യാപിച്ചു, വല്ലതും ചെലവാക്കിയോ? തീരപ്രദേശത്ത് ഞാൻ ഞെട്ടിപ്പോയി, 12,000 കോടി രൂപയുടെ പാക്കേജ്. എത്ര രൂപ ചെലവാക്കിയെന്ന് എഴുതി ചോദിച്ചപ്പോ വട്ടപൂജ്യം, ഒരു പൈസ ചെലവാക്കിയിട്ടില്ല. ഇടുക്കിക്ക് പാക്കേജ്, കാസർഗോഡിന് പാക്കേജ്, വയനാടിന് പാക്കേജ്, 5 പൈസ ചെലവാക്കൂല. 5 പൈസ ചെലവാക്കൂല, പൈസയില്ല. ഖജനാവ് കാലിയാക്കി. 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പിണറായി വിജയൻ അടുത്ത മാസം സലാം പറഞ്ഞ് ഇറങ്ങാൻ പോകുന്നത്. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ, അത്രേ. എല്ലാ രംഗവും തകർത്തു, എല്ലാ രംഗവും, എല്ലാ മേഖലകളും തകർത്തു. എന്നിട്ടിപ്പോ പോണ പോക്കിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കി എല്ലായിടത്തും സർക്കാർ ചെലവിലും ട്രാൻസ്പോർട്ട് ബസ്സിലും ഒക്കെ ഹോർഡിങ്സും ബോർഡും വെക്കുകയാണ്. ആരുടെ പൈസയാ? നമ്മുടെ പൈസയാണ്. നമ്മൾ നികുതി കൊടുക്കുന്ന പൈസ പോണ പോക്കിന് പരസ്യം കൊടുക്കുക. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. ഈ ദുർഭരണം അവസാനിപ്പിക്കണ്ടേ നമുക്ക്? കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇന്ന് UDF വെറും UDF അല്ല, ടീം UDF ആണ്. ടീം UDF 2001 പോലെ, 1977 പോലെ സുശക്തമായ ടീം UDF. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 100-ലധികം സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ തിരിച്ചുവരവ് കേരളത്തിൽ നടത്തും, ഒരു സംശയവും വേണ്ട. ഇവരിപ്പോൾ അവസാന കൈ പരീക്ഷിക്കുന്നത് എന്താണ്? വർഗീയതയാണ്. സംഘപരിവാറും BJPയും വർഗീയത പറയുമ്പോൾ നമുക്ക് അത്ഭുതമില്ല. എന്താ കാര്യം? അവരുടെ പണി ഇത് തന്നെയാണ്. അവരേത് സംസ്ഥാനത്ത് ചെന്നാലും മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കും, വിദ്വേഷ പ്രചരണം നടത്തും, എന്നിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ജയിക്കാൻ നോക്കും. കേരളത്തിലെ CPM അതേ പാതയിലാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ പിണറായി വിജയൻ ന്യൂനപക്ഷത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുള്ളായിരുന്നു, പ്രീണനം. അപ്പൊ അദ്ദേഹം ഗാസയെ കുറിച്ച്, പാലസ്തീനെ കുറിച്ച്, പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് ഞാൻ 35 ദിവസം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം എടുത്തു വെച്ചിട്ടുണ്ട്. ഗാസ, പൗരത്വ രജിസ്റ്റർ, ന്യൂനപക്ഷങ്ങൾ, ഇതിനെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷം വോട്ട് ചെയ്തില്ല, ഭൂരിപക്ഷത്തിന്റെ കുറെ വോട്ട് പോയി. അന്ന് മുതൽ മാറി. പിന്നെ ഭൂരിപക്ഷ പ്രീണനമായി. ഡൽഹിയിൽ ചെന്ന് മലപ്പുറം ജില്ലയ്ക്കെതിരായി ഇന്റർവ്യൂ കൊടുത്തു ഹിന്ദുവിൽ. AK ബാലനും സജി ചെറിയാനും ഒക്കെ പുറകെ വന്നു, വേറെ ചില ആളുകളൊക്കെ പുറകിൽ വന്നു. എന്താണ്? വിദ്വേഷം നടത്തുക. വിദ്വേഷം നടത്തുന്നവർക്ക് പ്രോത്സാഹനം നടത്തി കൊടുക്കുക. അപ്പൊ ഞാൻ ചോദിക്കുന്നു, സംഘപരിവാറും CPMഉം ഒരേ പാതയിലാണ് സഞ്ചരിക്കുന്നത്. അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. ഇവരെവിടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്? എവിടത്തെ ഇടതുപക്ഷമാണ്? ഇവരിടതുപക്ഷമല്ല, ഇവർ തീവ്ര വലതുപക്ഷമാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർ, നല്ല കമ്മ്യൂണിസ്റ്റുകാർ അത് തിരിച്ചറിയുന്നുണ്ട്. നമ്മളാണ് നെഹ്റുവിയൻ ഇടതുപക്ഷം, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പക്ഷം. നമ്മുടെ ലക്ഷ്യം സാധാരണക്കാരന്റെ സങ്കടങ്ങൾ മാറ്റി, അവന്റെ കണ്ണീരൊപ്പി, അവന്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മൾ ഈ സംസ്ഥാനത്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ സംസ്ഥാനത്തെ ഇന്ത്യയിലെ നമ്പർ 1 ആക്കും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അതിനുള്ള ബഹുമുഖ പരിപാടികളുമായിട്ടാണ് നമ്മൾ പോകുന്നത്. വർഗീയത ആര് പറഞ്ഞാലും നമ്മൾ എതിർക്കും. ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും, ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും, മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി UDF നിൽക്കും. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി വെള്ളം ചേർക്കില്ല, വിട്ടുവീഴ്ച ചെയ്യില്ല. എന്താ കാര്യം? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചാളുകൂടെ ഉണ്ടാവുള്ളൂ.
അത് കഴിഞ്ഞാൽ ഓർമ്മയാകും, അല്ലേ? ചിലപ്പോൾ ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷെ കേരളം ഉണ്ടാകും, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകും. അവര് ജീവിക്കുന്ന ഈ കേരളത്തിൽ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിച്ച് അവരുടെ ജീവിതം തകർക്കാൻ UDF സമ്മതിക്കില്ല. അതാണ് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ അചഞ്ചലമായ മതേതര നിലപാടാണ് കേരളത്തിന് മാറ്റം കുറിക്കാൻ പോകുന്നത്. രാജ്യത്തിന് മാതൃകയാക്കി നമ്മൾ ഈ കേരളത്തെ മാറ്റും. എല്ലാ രംഗങ്ങളിലും സമഗ്രമായ മാറ്റം വരുത്തും. ഞാൻ പറഞ്ഞില്ലേ, സെക്രട്ടേറിയറ്റ് തുടങ്ങും. ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള, ഏറ്റവും ക്രിയാത്മകമായ ഭരണസിരാകേന്ദ്രമാക്കി കേരളത്തിലെ സെക്രട്ടേറിയറ്റിനെ മാറ്റും. അപ്പൊ നിങ്ങൾക്കറിയാലോ, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ 6 മാസത്തിനകം ഒരു ജോലി പൂർത്തിയാക്കണം എന്നൊരു മാനേജരോട് പറഞ്ഞാൽ 6 മാസത്തിനകം പൂർത്തിയാക്കിയില്ലെങ്കിൽ എന്താ പണി പോകും, ഇല്ലേ? ഗവൺമെന്റിൽ ഒരു തഹസിൽദാരോട് പറയാണ് 6 മാസത്തിനുള്ളിൽ ഒരു 2 ഏക്കർ സ്ഥലം അക്വയർ ചെയ്ത് തരണം, കെട്ടിടം പണിയാനാണ്, ആശുപത്രി പണിയാനാണ്. ഇയാൾ ചിലപ്പോൾ ചിലത് ചെയ്യും. ഭൂരിഭാഗം പേരും 6 മാസമല്ല 6 കൊല്ലം കഴിഞ്ഞാലും ചെയ്യില്ല. ചെയ്യോ? വല്ല കുഴപ്പമുണ്ടോ? ഇനി മുതൽ കുഴപ്പമുണ്ടാകും. UDF അധികാരത്തിൽ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ അക്കൗണ്ടബിലിറ്റി അത് നിയമപരമാക്കും. 180 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി 181ാമത്തെ ദിവസം രാവിലെ നോക്കുമ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉത്തരം പറയേണ്ടി വരും. അതാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ചെയ്യാത്ത അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യും UDF. അപ്പൊ എന്താ ഗുണം? 6 മാസം കൊണ്ടെടുക്കേണ്ട സ്ഥലം 3 മാസം കൊണ്ട് എടുത്തു തരും. പ്രൈവറ്റ് കമ്പനിയിൽ നടക്കാമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് സെക്ടറിൽ നടക്കാൻ പാടില്ല? ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഒരു 100 കോടി രൂപയുടെ പ്രോജക്റ്റ് 3 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കണം. 10 കൊല്ലം കഴിഞ്ഞാലും പൂർത്തിയാക്കില്ല. 10 കൊല്ലം കഴിയുമ്പോൾ 100 കോടി രൂപയുടെ പ്രോജക്റ്റിന് 500 കോടി കൊടുക്കണം. ആരുടെ പൈസ? ആരുടെ പൈസ? നിങ്ങളുടെയും എന്റെയും പൈസ, നമ്മൾ നികുതി പണം കൊടുക്കുന്ന പൈസ. അതിന്റെ ലീക്കേജാണ് ഖജനാവിൽ നിന്ന് നടക്കുന്നത്. 3 കൊല്ലത്തെ പദ്ധതി, 100 കോടി രൂപയുടെ പദ്ധതി 3 കൊല്ലത്തിനകം പൂർത്തിയാക്കിയിരിക്കണം. വല്ല നാച്ചുറൽ കലാമിറ്റിയോ ഡിസാസ്റ്ററോ കൊടുങ്കാറ്റോ ചുഴലിക്കാറ്റോ വന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ പണി പൂർത്തിയാക്കണം. അത്തരത്തിൽ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രൊഫഷണലായി, ലോകത്തെ ഏറ്റവും പുരോഗമനപരമായ കാര്യങ്ങൾ, പ്രൊഫഷണലായ കാര്യങ്ങൾ ചെയ്തു വേണം. ആ 400 കോടി നമ്മൾ ലാഭമുണ്ടാക്കിയാൽ എത്ര കാര്യങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്യാം, സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യാം. എന്തെല്ലാം അഴിമതികളാണ് നടക്കുന്നത്. ഖജനാവിൽ നിന്ന് എന്തുമാത്രം ചോർച്ചയാണ് ഉണ്ടാകുന്നത്. ആ ചോർച്ച തടയണം. UDFന് ലക്ഷ്യബോധമുണ്ട്, കറക്റ്റായിട്ടുള്ള പരിപാടികളുണ്ട്. ഈ ജാഥ പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ പറ്റും എന്താണ് UDF കേരളത്തിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന സമഗ്രമായ മാറ്റം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു മഹായുദ്ധമാണ്. ഈ ദുർഭരണക്കാരെ അധികാരത്തിന്റെ ദണ്ഡഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറക്കി ജനാധിപത്യത്തിന്റെ കൊടിക്കൂറ ഉയർത്താൻ നമ്മൾ നടത്തുന്ന പോരാട്ടം, നമ്മൾ നടത്തുന്ന യുദ്ധം, ആ യുദ്ധത്തിലെ മുന്നണി പോരാളികളായി കേരളത്തിൽ നമ്മൾ ഉജ്ജ്വലമായ വിജയം നേടുമ്പോൾ കാസർഗോഡ് ജില്ലയിലും ആ വിജയം ആവർത്തിക്കണം. അത് നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹപൂർവമായ ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിലുണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ സ്വീകരണ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനുവേണ്ടി അമീത് മാങ്ങാടിനെ ക്ഷണിക്കുകയാണ്.